ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡാണ് പറയാൻ പോണത്. അതായത് പ്രൊമോ റിവ്യൂ ആണ് പറയാൻ പോണത്. അതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡ്, ഒറിജിനൽ എപ്പിസോഡ് കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം നാളെ എന്താ സംഭവിക്കുന്നുള്ളതും കൂടി പറയാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അലീന വരുന്ന ഭാഗമാണല്ലോ കാണിച്ചത്. മനുവിൻ്റെ വീട്ടിലേക്ക് മനുവിൻ്റെ അമ്മ കമലയാണെങ്കിൽ 3 കപ്പിൽ ചായ എടുത്തുകൊണ്ട് വരാണ്. 1 കപ്പ് ചായ മനുവിനും, 1 കപ്പ് ചായ ഭർത്താവിനും, പിന്നെ 1 കപ്പ് ചായ നമ്മുടെ ബാലനും കൊടുക്കുകയാണ്. ആ സമയത്ത് ബാലൻ പെട്ടെന്ന് അലീനയുടെ മുഖത്ത് നോക്കാണ്. അലീനക്ക് ചായ കുടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അലീന ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നിരിക്കുകയല്ലേ. അലീന പതിക്കെ അങ്ങനെ ഒരു മാതിരി ചമ്മിയെ പോലെ ഇങ്ങനെ നിലത്ത് നോക്കിയിരിക്കട്ടെ. അലീനെ കാണുമ്പോൾ മനുക്കും ബാലനും ഭയങ്കര വിഷമമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ബാലൻ ചോദിക്കണ്ട്, അല്ല ആ കുട്ടിക്ക് ചായ എടുത്തില്ലെന്ന് ചോദിക്കുകയാണ്. ഓ, അവൾക്ക് ഞാൻ പിന്നെ ഉണ്ടായി കൊടുത്തോളാം. അതെന്തിനാ പിന്നെ ഉണ്ടായി കൊടുക്കാന്ന് പറഞ്ഞത്? ഞങ്ങൾക്ക് ചായ എടുത്തപ്പോൾ അവൾക്കും എടുത്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണോ? ഓ, അവൾക്ക് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തോളാം എന്ന് പറയാണ്. അപ്പോൾ അപ്പോഴേക്കും ബാലൻ വേഗം തന്നെ അലീനയുടെ അടുത്തേക്ക് പോവാണ്. തൻ്റെ ഗ്ലാസ്സിൽ ചായ എടുത്തിട്ട് അലീനൊക്കെ കൊടുക്കുന്നുണ്ട്. മോളിത് കുടിക്കുക എന്ന് പറയണം. അയ്യോ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ, ദേ അച്ഛൻ പറഞ്ഞ അനുസരിക്കണം കേട്ടല്ലോ, ഇന്നാ ഇത് കുടിക്കുന്ന അലീനയുടെ കൈ ചായ കൊടുക്കുകയാണ്. കുടിക്കുക എന്ന് പറയുമ്പോഴേക്കും അലീന ചായ പതുക്കെ കുടിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ കമലക്ക് ദേഷ്യം വരും കേട്ടോ. ശേഷം ബാലൻ പറയുന്നുണ്ട് ശിവശങ്കരനോട്, എടാ കുറച്ച് മനുഷ്യത്വം അത് വേണം മനുഷ്യർക്ക്, അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലടാ. അത് നിന്റെ ഭാര്യനെ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നാ മനു ഞാൻ പോകുവാണ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും മനുവിനോട് അമ്മ ചോദിക്കണ്ടടാ നീ ചായ കുടിക്കുന്നില്ലേ? എനിക്ക് ചായ വേണ്ട, അമ്മ തന്നെ ഒറ്റക്ക് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ്. അങ്ങനെ ബാലൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം മക്കൾ സ്കൂളൊക്കെ വിട്ടിട്ട് തിരിച്ചു വരുക കേട്ടോ. അല്ല അച്ഛനത് എവിടെ പോയിരിക്കുകയായിരുന്നു? ഓ ഞാൻ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടീനെ മുത്തശ്ശിനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ പെൺകുട്ടീനെ കൊണ്ടുവന്നു. ചെറുപ്പക്കാരിയാണോ അച്ഛാ? ആ ചെറുപ്പക്കാരി, നിങ്ങളെയൊക്കെ പോലെ തന്നെ. ഓ അപ്പം അമ്മ സമ്മതിക്കില്ല. അമ്മക്ക് ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ ഇങ്ങനെ നിർത്തുന്നത് ഇഷ്ടമല്ലല്ലോ. മോളെ നമുക്ക് അവളെ വർക്ക് മാത്രം നോക്കിയാൽ പോരെ, മുത്തശ്ശിനെ അവളെ എങ്ങനെ നോക്കുന്നു എന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. ആ നിന്റെ അമ്മ വന്നില്ലേ? ഇല്ല, ഇന്ന് 2 സൈറ്റിൽ പോകാനുണ്ട്, വൈകി വരുള്ളൂ അമ്മ പറഞ്ഞു. ഓ അവളെപ്പോഴാണ് വൈകി വരാത്തത്? അപ്പോഴേക്കും അവിടേക്ക് രോഹിത്ത് വരാട്ടോ. രോഹിത്ത് ഇവരുടെ മോനാണ്. കാരണം 3 മക്കളാണ് വൈജയന്തിക്കുള്ളത്, 2 പെണ്ണും 1 ആണും. അപ്പോൾ രോഹിത്തിനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ബാലൻ എടാ നീ എന്താണ് ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ലച്ചാ എനിക്ക് നല്ല തലവേദന, ചെറിയ കോൾഡ് ഉണ്ട്. എവിടെ നോക്കട്ടെ? ഒരു പനിയില്ല, ഒന്നുമില്ല, മടി അല്ലേ അച്ഛാ? എനിക്ക് വയ്യ, ഭയങ്കര തലവേദന, അതുകൊണ്ടാണ് പോകാത്ത. ഇങ്ങനെ മടി പിടിച്ചു വിടുന്നാൽ എല്ലാം ശരിയാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ വഴക്ക് പറഞ്ഞിട്ട് അകത്ത് കയറി പോവാട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് മുത്തശ്ശി അവിടെ റൂമിൽ നിന്ന് ഒച്ചുണ്ടാക്കുകയാണ്. കമലേ ഒന്ന് വാടി, എന്നെ ഒന്ന് തിരിച്ചു കിടത്തറിയും, പുറം വേദനിക്കുന്നു, പൊട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ കമല ഓ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് എന്താ അമ്മേ എന്ന് പറയുമ്പോൾ, എടി എന്നെ ഒന്ന് തിരിച്ചെടുത്തപ്പോൾ എന്ത് ചെയ്യാൻ പോവാ? തിരിഞ്ഞൊന്നും കിടക്കണ്ട, അങ്ങനെ കിടന്നാൽ മതി എന്ന് പറയണം. അത് കേട്ട് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേ അമ്മയെ നോക്കാം, ദേ വന്നിരിക്കുന്ന പുതിയ അവതാരമാണ് ഇത് എന്ന് പറയാണ്. അപ്പോൾ തന്നെ അലീന വേഗം ബാഗൊക്കെ അവിടെ വെച്ചിട്ട് മുത്തശ്ശിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാട്ടോ. അത് കണ്ട് കമല പറഞ്ഞിട്ട്, ഓ ഈ മര്യാദയൊക്കെ അവസാനം വരെ ഉണ്ടായാൽ കൊള്ളാം. അല്ല നിൻ്റെ ബാഗ് വലിയ ബാഗാണല്ലോ, അതിൽ സാധനങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഇപ്പം സൗകര്യമാണല്ലോ, സാധനമില്ലാത്ത വലിയ ബാഗ് കൊണ്ടുവരാം, ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം മുത്തശ്ശി പറഞ്ഞു, മോളിങ്ങോട്ട് വാ. എന്താ മോളുടെ പേര്? അലീന. നല്ല പേരാണല്ലോ. മോള് ബാഗ് നിലത്ത് വെക്കണ്ട, ആ കസേര വെച്ചേക്ക്. നിലത്ത് വെച്ചാൽ അറുക്കും. ഇവിടെ ആരും കയറാറില്ല, മൂക്ക് പൊത്തി മാത്രമേ കയറാറുള്ളൂ, മണമൊക്കെ ആയതുകൊണ്ട്. അതെന്താ മുത്തശ്ശി ഇവിടെ നിന്ന് ക്ലീൻ ആക്കിക്കൂടെ എല്ലാവർക്കും? അതൊന്നും ക്ലീൻ ആക്കില്ല മോളെ, ഞാൻ എങ്ങനെ കിടന്നില്ല, അവൾക്ക് എന്താ, അവൾ പൂതന, മനുഷ്യത്വം ഇല്ലാത്തവൾ അവൾ എന്ന് പറയുമ്പോഴേക്കും, അയ്യോ അങ്ങനെയൊന്നും പറയില്ല മുത്തശ്ശി എന്ന് പറയുമ്പോൾ, പറയണം മോളെ, അവൾ അങ്ങനെയാ, മോൾക്ക് ശരിക്കും അവൾ അറിയില്ല, അവളെന്നെ കൊന്ന് കൊല വിളിക്കും, അങ്ങനത്തെ സ്വഭാവം കമലക്ക്. മോൾക്കൊരു കാര്യം അറിയാവോ, ഞാനൊന്ന് ബാത്റൂമിലൊന്ന് വീണു. ഞാൻ ബാത്റൂമിൽ വീണത് അറിഞ്ഞിട്ട് ഗൾഫിലെ എൻ്റെ മോൻ ശിവശങ്കരൻ, മോൾക്കറിയില്ലേ, മോൾ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ കമലയുടെ ഭർത്താവ്, അവൻ എന്നെ കാണാൻ വേണ്ടി വന്നതാ. അവൻ്റെ ലീവൊക്കെ കഴിഞ്ഞു, അവൻ നാളെ മറ്റന്നാളെ തിരിച്ചു പോകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല, ഞാൻ പോകും എൻ്റെ വൈജ മോളുടെ അടുത്തോ? അതെ, എനിക്ക് 3 ആൺപിള്ളേരും 1 പെണ്ണുമാണേ, വൈജയ അവസാനത്തെ മോള് എന്ന് പറയാണ്. ആ ബാലനെ കണ്ടില്ലേ, ബാലൻ്റെ ഭാര്യ വൈജയന്തി, അവൾക്ക് 3 മക്കളുണ്ട് എന്നൊക്കെ പറയാണ്. അവളുടെ വീട്ടിലേക്ക് ഞാൻ പോകും, ഞാനിവിടെ നിൽക്കില്ല, ഞാനിവിടെ നിന്ന് ശിവനില്ലാതെ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാലേ എന്നെ കമല 1 മാസം കൊണ്ട് കൊന്നെടുക്കും. അയ്യോ മുത്തശ്ശി പോയാൽ ഞാനെന്ത് ചെയ്യും? നീയും എൻ്റെ കൂടെ പോരെ? ഞാൻ വരണോ? പിന്നെ ഞാനുള്ളിടത്തല്ലേ നീ ഇരിക്കേണ്ടത് എന്ന് പറയണം. അത് കേൾക്കുമ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നു കേട്ടോ. ശേഷം നമ്മുടെ അലീനയാണെന്ന് ചോദിക്കേണ്ടല്ല, വൈജമോൾ ഇങ്ങോട്ട് വരാറൊക്കെ ഉണ്ടോ? പിന്നെ അവൾ വരും, അവൾക്ക് ഭയങ്കര തിരക്കാ, എന്നാലും വരുമൊക്കെ ചെയ്യും അവൾ എന്നൊക്കെ പറയാണ്. എനിക്ക് കാണാൻ പറ്റുമോ? പിന്നെ നിനക്ക് കാണാലോ, അവൾ വരുമ്പോൾ ഞാനാ നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പോണത് എന്ന് മുത്തശ്ശി പറയണ്ട്. ശേഷം മുത്തശ്ശിയുടെ റൂമൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടുകട്ടെ നമ്മുടെ അലീന. മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശി അലീനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് അലീനയുടെ മനസ്സിൽ ഫുള്ളും പ്രജിത മമ്മി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഒരിക്കലും അലീന ആരാണെന്നുള്ള സത്യം ആരും അറിയരുത്, കുടുംബജീവിതം തകർന്നു
പോകും എന്ന് പറഞ്ഞ കാര്യം മാത്രമേ അലീനയുടെ മനസ്സിലുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് ഓവറോൾ ഇത്രയും കാണിച്ചുള്ളൂ. ഇനി നാളത്തെ പ്രൊമോ അടിപൊളി പ്രൊമോ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, അലീന അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് അതായത് രാത്രി വരെ ജോലി അതായത് വീട്ടുപണിയൊക്കെ ചെയ്യിപ്പിക്കുക കേട്ടോ. അലീനയെ കൊണ്ട് പാത്രം കഴിപ്പിക്കുക, അത് കഴിപ്പിക്കുക. മുത്തശ്ശിയുടെ കാര്യം മാത്രമല്ല, കമലക്ക് വയ്യ, കമല എല്ലാ പണിയും അലീനയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ശേഷം അലീനയുടെ അടുത്ത് പറയണ്ട്, എടി പെണ്ണെ, ദേ നീ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഒരിത്തിരി ഭക്ഷണം ബാക്കിയുണ്ട്, കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ എനിക്ക് ആ പട്ടിക്ക് കൊടുക്കണം എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാതെ വിഷമം തോന്നട്ടോ. അലീന അപ്പം ഞാൻ കഴിക്കാം എന്ന് പറയണം. കാരണം ആ ദിവസം അലീന ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ മനു രാത്രി ആകുമ്പോഴാണ് നമ്മുടെ ബാലനെയൊക്കെ കൊണ്ടാക്കിയതിന് ശേഷം രാത്രി ആകുമ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്. മനു വരുമ്പോഴേക്കും മനു ഈ സംസാരം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മനു ഡൈനിങ് ടേബിളിലേക്ക് പോയി നോക്കുകയാണോ, ഒരു കുന്ന് ചോറും കറിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അലീനൊക്കെ കൊടുക്കണതോ ഒരു ഇച്ചിരി ചോറ്. അത് കാണുന്ന മനുക്ക് ദേഷ്യം വരുവാണ്. അമ്മ എന്ത് പണിയാണ് അമ്മ കാണിക്കുന്നത്? അതൊരു മനുഷ്യജീവനല്ലേ, അവൾക്ക് കുറച്ച് ഭക്ഷണം കൊടുത്താൽ അമ്മയ്ക്ക് എന്താ? ഇവിടെ ഒരുപാട് ഫുഡും കാര്യങ്ങളും ബാക്കിയുണ്ടല്ലോ, അമ്മ രാത്രി എന്താ അതെല്ലാം പുഴുങ്ങി തിന്നാൻ വേണ്ടിയിട്ടാണ് ഇരിക്കണത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ കമലക്ക് ദേഷ്യം വരും. അലീനെടുത്ത് മനു പറയുന്നുണ്ട്, ദേ ആവശ്യമുള്ള ഫുഡൊക്കെ എടുത്ത് കഴിച്ചോട്ടോ, അമ്മയുടെ ക്യാരക്ടർ അങ്ങനെയാണ്, ഒന്നും വിചാരിക്കേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മുടെ അലീന പറയുന്നുണ്ട്. അലീന എന്നിട്ട് ഭക്ഷണമൊക്കെ എടുക്കുകയാണ്. ആ സമയത്ത് അലീനെടുത്ത് പുറത്ത് അതായത് അവിടെ നിന്ന് കഴിക്കേണ്ട, അവിടെ മാറിയിരുന്ന് കഴിക്കുന്ന രീതിയിൽ കമല പറയുന്നുണ്ട്. അതുകൊണ്ട് ഫുഡൊക്കെ എടുത്തിട്ട് അലീന രാത്രി പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് പോയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് ഭക്ഷണമൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഫുൾ ഇരുട്ടാണ് കേട്ടോ. മനു ഉറങ്ങാൻ പോയി, കമല ഉറങ്ങാൻ പോയി, അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ പോയി. അലീന ഒറ്റക്കാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും മനുശങ്കറിൻ്റെ അനിയൻ ഹരിശങ്കർ അങ്ങോട്ടേക്ക് വരുക കേട്ടോ. അലീന ഒറ്റക്കാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് വരുന്നതും അലീനനെ ഒന്ന് അടിമുടി നോക്കുകയാണ്. അലീനക്കും വല്ലാത്ത പോലെ തോന്നുവാണ്. അലീന പോകാൻ നോക്കുമ്പോഴേക്കും മനുശങ്കർ അലീനയുടെ തൊട്ടടുത്തേക്ക് വരുവാണ്. അലീനക്ക് ആകെ പേടിയാവാണ്. അലീനനെ വീണ്ടും കാല് തൊട്ട് തലമുടി വരെ അടിമുടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് മനുശങ്കർ അല്ല ഹരിശങ്കർ. വായിൽ വെള്ളം ഉറക്കുന്ന രീതിയിൽ അതായത് ഒരു വൃത്തികെട്ട രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും അലീനനെ കയറി പിടിക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ മനു അവിടെ ഇടപെടുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഒന്നും സംഭവിക്കാൻ പോകണമെന്നില്ല. ഹരിശങ്കരുടെ ആ മനസ്സിലെ മോഹം നാലായിട്ട് മടക്കി മനു തന്നെ പോക്കറ്റിൽ വെച്ച് മൂടും. എന്തായാലും അലീന ഇവിടുന്ന് പോകണത് തന്നെയാണ് നല്ലത്. കാരണം ഹരിശങ്കറിൻ്റെ വായനോട്ടവും പിന്നെ കമലയുടെ പീഡനത്തിനേക്കാളും നല്ലത് ആ വൈജേന്ദ്ര വീട്ടിൽ പോയി നിൽക്കണതാണ്. എന്തായാലും വൈജേന്ദ്ര വീട്ടിൽ പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം വീക്കെൻഡ് പ്രൊമോയിൽ അങ്ങനെയാണല്ലോ കാണിച്ചത്, അവർ കൂടപ്പറപ്പുകളൊക്കെ കാണുന്ന ഭാഗം. എന്തായാലും വൈജേന്ദ്ര മക്കൾ ഇത്ര വൃത്തികെട്ടവരൊന്നും അല്ല. ഈ കമലയുടെ അതേ സ്വഭാവം തന്നെയാണ് കമലയ്ക്ക് ഒരു മോളും കൂടി ഇട്ടുള്ളത്. അതായത് നമ്മുടെ മനുവിന് ഒരു ആണും ഒരു ആങ്ങളെയും ഒരു പെങ്ങളും ആണ് ഉള്ളത്. പെങ്ങൾക്കും ഇതേ സ്വഭാവം തന്നെയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, അവളും ഒരു മൂദേവിയാണ്, പൂതന, കമലയുടെ തന്നെ രൂപമാണ്. പിന്നെ ഹരിശങ്കർ അവനും കൂടി കയറാറേ ഇല്ല, മണമാണല്ലോ. പിന്നെ ആകെ മനുഷ്യത്തുള്ളത് മനുവിനെ മാത്രമാണ് എന്ന് മുത്തശ്ശി ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നാളെ അടിപൊളി പ്രൊമോ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രൊമോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.